അയ്യപ്പ സംഗമം തുടങ്ങാനിരിക്കെ ശബരിമലയിലെ യുവതീ പ്രവേശന വിഷയത്തിൽ സർക്കാരിന്റെ ഒളിച്ചുകളി തുടരുകയാണ്. യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്ന VS സർക്കാരിന്റെ സത്യവാങ്മൂലമാണ് ശരിയെന്ന് കോടതിയിൽ പറഞ്ഞത് മറച്ചുവെച്ചാണ് യുവതീ പ്രവേശനത്തെ എതിർക്കുന്ന ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ സത്യവാങ്മൂലം തിരുത്തിയിട്ടില്ല എന്ന് ദേവസ്വം മന്ത്രി കഴിഞ്ഞ ദിവസം നിയമസഭയെ അറിയിച്ചത്. വിശ്വാസികൾക്കൊപ്പമാണ് സർക്കാരെന്ന് കാണിക്കാനുള്ള അടവ് നയത്തിന് പ്രത്യക്ഷ ഉദാഹരണമാണ് നിയമസഭയിൽ നൽകിയ മറുപടി. കേരളത്തിൽ നിന്നും അതുപോലെ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നുമുള്ള അയ്യപ്പ വിശ്വാസികളുടെ അഭിപ്രായങ്ങൾ കേട്ട് ഒരു അഭിപ്രായ രൂപീകരണം നടത്തി അങ്ങനെ ശബരിമലയുടെ ഭാവിയിലേക്കുള്ള സമഗ്ര വികസനം സാധ്യമാക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിലൂടെയാണ് അയ്യപ്പ സംഗമം നടക്കാൻ പോകുന്നത്. ഇതാണ് സംസ്ഥാന സർക്കാരിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും ലക്ഷ്യം. അതിനിടെ ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു കാര്യങ്ങളും ചർച്ചയ്ക്ക് വരാതിരിക്കാൻ, പ്രത്യേകിച്ച് ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ച് ഒരു ചർച്ചയും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേക ജാഗ്രത, അത് അയ്യപ്പ സംഗമത്തിലും അതെ, അതുപോലെ തന്നെ പുറത്തും അത്തരത്തിലുള്ള മറ്റ് ചർച്ചകൾ ഉണ്ടാകാതിരിക്കുവാനുള്ള ജാഗ്രത സംസ്ഥാന സർക്കാർ എടുക്കുന്നുണ്ട്. അതിന് പ്രത്യക്ഷത്തിലുള്ള ഏറ്റവും പുതിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം, അതായത് മിനിയാന്ന് നിയമസഭയിൽ ദേവസ്വം മന്ത്രി VN വാസവൻ നൽകിയ മറുപടി. ചോദ്യം ഇതായിരുന്നു: 2011-16 കാലഘട്ടത്തിൽ ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ അന്നത്തെ സർക്കാർ, അതായത് ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്തിരുന്ന സത്യവാങ്മൂലം അത് ശബരിമലയിലെ യുവതീ പ്രവേശനത്തെ എതിർത്തുകൊണ്ടുള്ളതായിരുന്നു. അതിൽ 2016-21 കാലഘട്ടത്തിൽ പിണറായി സർക്കാർ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്നായിരുന്നു. ഇല്ല എന്നുള്ള മറുപടിയാണ് ദേവസ്വം മന്ത്രി നിയമസഭയെ രേഖാമൂലം അറിയിച്ചത്. അതിൽ പല പൊരുത്തക്കേടുകളുമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം 2011-16 കാലഘട്ടത്തിലെ സർക്കാരിന്റെ നിലപാടായിരുന്നില്ല ശബരിമലയിലെ യുവതീ പ്രവേശന വിഷയത്തിൽ 2016-2021 പിണറായി സർക്കാരിന് എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് മാത്രമല്ല, 2007 VS അച്യുതാനന്ദൻ സർക്കാർ സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം, അതായത് ശബരിമലയിലെ യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ട് ആ നിലപാടിനൊപ്പമായിരുന്നു പിണറായി സർക്കാർ എന്ന കാര്യത്തിലും സംശയമില്ല. അത് 2018 സുപ്രീം കോടതിയുടെ വിധിയിൽ എടുത്തു പറഞ്ഞിട്ടുമുണ്ട്. അത് 28-ാം പേജ് വായിച്ചു നോക്കിയാൽ കൃത്യമായിട്ട്, ജസ്റ്റിസ് ദീപക് മിശ്രയുടെ വിധിയുടെ 28-ാം പേജ് വായിച്ചു നോക്കിയാൽ കൃത്യമായിട്ട് അത് മനസ്സിലാക്കുവാനും കഴിയും. അതിൽ പറയുന്നുണ്ട്, സംസ്ഥാന സർക്കാരുകൾ ഭരണം മാറി മാറി വന്നപ്പോൾ സർക്കാരിന്റെ നിലപാട് ഇക്കാര്യത്തിൽ മാറിയിട്ടുണ്ടല്ലോ എന്ന്. അതൊരു വിമർശന വിധേയമായിട്ടായിരുന്നു സുപ്രീം കോടതി ചോദിച്ചത്. അക്കാര്യം വിധിയിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അതിൽ തന്നെ പറയുന്നുണ്ട്, 2016 ഫെബ്രുവരിയിൽ, അതായത് പിണറായി സർക്കാരിന്റെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന സമയത്ത് ഒരു സത്യവാങ്മൂലം കൊടുത്തിരുന്നു സുപ്രീം കോടതിയിൽ. അത് യുവതീ പ്രവേശനത്തെ എതിർത്തുകൊണ്ടുള്ളതായിരുന്നു. പക്ഷേ അതിനുശേഷം പിണറായി സർക്കാർ അധികാരത്തിൽ എത്തിയ സമയത്ത് 2016, അതായത് അതേ വർഷം തന്നെ നവംബർ മാസത്തിൽ സുപ്രീം കോടതി നിലപാട് ആരാഞ്ഞിരുന്നു. അപ്പോൾ പിണറായി സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചത് 2007 VS സർക്കാർ കൊടുത്ത സത്യവാങ്മൂലം എന്താണോ അതാണ് ശരിയെന്നാണ്. അതായത് യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ടുള്ള സത്യവാങ്മൂലം. അതായത് 2016-2001 സമയത്ത് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് അതുതന്നെയായിരുന്നു. അതിനു മുൻപുള്ള LDF സർക്കാരിന്റെ അതേ നിലപാട് യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്ന നിലപാടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് നിയമസഭയിൽ ഇക്കാര്യം പറഞ്ഞപ്പോൾ സർക്കാർ ഇത് ഒളിച്ചുവെച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ സത്യവാങ്മൂലത്തിൽ മാറ്റം വരുത്തിയിട്ടില്ല എന്ന് പറഞ്ഞത്? സാങ്കേതികമായിട്ട് ചിലപ്പോൾ ഉന്നയിക്കാമായിരിക്കും, അതൊരു സത്യവാങ്മൂലമായിട്ട് നൽകിയതല്ല, നിലപാട് അറിയിച്ചതാണ് എന്നൊക്കെ. പക്ഷേ LDF സർക്കാരിന്റെ, അതായത് VS സർക്കാരിന്റെ സത്യവാങ്മൂലത്തെ അനുകൂലിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സർക്കാരിന്റെ നിലപാടും അത് തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഈ വിഷയം പൊതു മധ്യത്തിൽ ചർച്ചയ്ക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് വിശ്വാസികളുടെ ഇടയിലും അതുപോലെ തന്നെ ഹൈന്ദവ സംഘടനകളുടെ ഇടയിലുമൊക്കെ ചർച്ചയ്ക്ക് വരുമ്പോൾ സർക്കാരിന്റെ നിലപാട് എന്താണ് എന്ന കാര്യത്തിൽ ഒരു കൃത്യമായി പറയാതെ തന്നെ അത് വിശ്വാസികൾക്കൊപ്പമാണ്. അതേസമയം നവോത്ഥാന സംഘടനകളുടെ ഇടയിൽ ചർച്ചയ്ക്ക് വരുമ്പോൾ അത് നവോത്ഥാന മൂല്യങ്ങൾക്ക് അനുകൂലമാണ്. അവിടെ സ്ത്രീ പുരുഷ ഭേദം ഇല്ല സംസ്ഥാന സർക്കാരിന്. യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്നു എന്ന ഒരു നിലപാട് കാണിക്കുന്നതിനും വേണ്ടി ഈ വിഷയം ചർച്ചയിൽ ഒരു പക്ഷത്ത് നിന്നുകൊണ്ട് സംസ്ഥാന സർക്കാർ ചിന്തിക്കുന്നു അല്ലെങ്കിൽ ആ നിലപാടെടുക്കുന്നു എന്ന പ്രതീതി ഉണ്ടാകാതിരിക്കാൻ 2019 അനുഭവം വെച്ചുകൊണ്ട് തന്നെ ഒരു നിലപാടെടുത്തിരിക്കുകയാണ് സർക്കാർ. അതായത് ഇക്കാര്യത്തിൽ കൃത്യമായ ഒളിച്ചുകളി തുടരുകയാണ്. അത് രേഖകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ദേവസ്വം മന്ത്രി നിയമസഭയിൽ കൊടുത്തപ്പോൾ പോലും വാസ്തവ വിരുദ്ധമായ കാര്യം നിയമസഭയെ അറിയിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. അതിനെതിരായിട്ട് UDF MLA-മാർ പരസ്യമായിട്ട് തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ സംഘപരിവാർ സംഘടനകളും BJPയും ഒക്കെ അവരുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ കൃത്യമായിട്ട് നിലപാട് പറയാത്തത്? പറയണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും പക്ഷേ സർക്കാർ അതിൽ വീണിട്ടില്ല.
യുവതീ പ്രവേശനം ഒരു വിഷയമേ അല്ല. അക്കാര്യം ഇവിടെ ചർച്ചയ്ക്ക് വെക്കേണ്ട ആവശ്യമില്ല. ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല. അതെല്ലാം അയ്യപ്പ സംഗമം കഴിയട്ടെ, അതിന് മറ്റൊരു അജണ്ടയാണുള്ളത്, അത് ശബരിമലയുടെ വികസനം മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റെല്ലാ വിമർശനങ്ങളെയും പ്രതിരോധിക്കുന്ന സംസ്ഥാന സർക്കാരിനെ കാണുന്നു. പക്ഷേ അതേ സമയത്ത് തന്നെ ഈ വിഷയം മുന്നോട്ട് അയ്യപ്പ വിശ്വാസികൾക്കിടയിലേക്ക് മുന്നോട്ട് കൊണ്ടുവരുവാൻ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് പ്രതിപക്ഷ പാർട്ടികൾ. പക്ഷേ അതിൽ വീഴുന്നില്ല സംസ്ഥാന സർക്കാർ. പക്ഷേ അതിനിടയിലും ഇരട്ടത്താപ്പ് വ്യക്തമാണ്. ഒരേ സമയത്ത് തന്നെ ശബരിമലയിലെ യുവതീ പ്രവേശനത്തിന് അനുകൂലമാണെന്നും അതേ സമയത്ത് തന്നെ ഞങ്ങൾ നിലപാടിൽ ശബരിമല വിശ്വാസികൾക്കൊപ്പമാണ്, അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ അതേ സത്യവാങ്മൂലം തന്നെ ഇപ്പോഴും സുപ്രീം കോടതിയിൽ പിന്തുടരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇരട്ടത്താപ്പ് കാട്ടിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. അയ്യപ്പ സംഗമത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത് ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. കാരണം അത്രയേറെ വിമർശനങ്ങൾ അയ്യപ്പ വിശ്വാസികളോട് സംസ്ഥാന സർക്കാരിനും CPM-നുമുള്ള നിലപാടിനെക്കുറിച്ച് അത്രയേറെ വിമർശനങ്ങൾ ഉയരുമ്പോഴാണ് അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ഒളിച്ചുകളികൾ സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പമ്പയിൽ നിന്ന് മഞ്ജുഷ് ഗോപാൽ.